അയാൾ തിരിച്ചു വിളിക്കുന്നുണ്ടോ നോക്കി. അയാൾ തിരിച്ചു വിളിക്കുന്നുണ്ടോ നോക്കാൻ. ഇല്ല തോപ്പ, അയാള് ഭയങ്കര പ്രാക്ടിക്കലാ. അയാൾ അവളെയും കൊണ്ട് പോവാ. തോപ്പ് സെന്റിയായി. ഇപ്പൊ സെന്റിക്കൊന്നും വലിയ വിലയില്ല തോപ്പ. ഒന്ന് വിളിച്ചു പറയടാ. തോപ്പം വിളിച്ച കേൾക്കാത്തോട് ഞങ്ങൾ വിളിച്ച കേൾക്കും. എടാ ഒരു കുപ്പി വിളിച്ചു പറയാ. അതാണോ വിളിച്ചു ചോദിച്ചാ പോരെ. ചാട്ടുകാലൻ പോരട്ടാ തേണ്ടി അവന്റെ മറ്റേ കാലം കൂടെ ഓടിയേണ്ടതായിരുന്നു. എന്നാലും അവൻ എന്നാ ഒരുത്തനാ. വേറൊരിടത്തും സ്നേഹിച്ച പെണ്ണിനെ കൊണ്ടുപോയ പോക്കുണ്ടായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞ് അതൊക്കെ പോട്ടെ ചോപ്പ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അതേ തോപ്പ, പൊട്ടിക്കട്ടെ. അങ്ങോട്ട് പൊട്ടിക്ക് തോക്കാം. പൊട്ടിക്കട്ടെ. എന്നാ പണിയെ തോപ്പായി കാണിച്ചത്? പോരാത്തിന് ഒന്നാം കൂടിയാ. പിന്നെ അല്ലാതെ പെണ്ണുങ്ങൾ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. അതനുസരിച്ച് വെള്ളം ഒടിച്ച് കൂമ്പ് പോട്ടനെ നമുക്ക് ഭ്രാന്തൊന്നുമില്ല. പോയി പണി നോക്കാൻ പറ അവിടെ. അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. എന്നാലും എന്തോരം ആശിച്ച തോപ്പാതെ അവര് ആനി റോയും ഇവരിനത്ര ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചേൽപ്പിക്കാൻ അല്ലാതെ എന്തിനാ? ശരിക്കും അതേന്ന്. അല്ലെങ്കിൽ പിന്നെ അവർ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ആയിരിക്കും തോപ്പ. ഓ ആ റോയെ ഫസ്റ്റിലെ കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് അവനൊരു പാവമായിരിക്കുന്നു. കാലും പോയി. ജോപ്പൻ, ഞങ്ങള് കല്യാണം വിളിക്കാൻ വന്നതാ. ആനിക്കേ ഒരേ നിർബന്ധം, ജോപ്പനെ തന്നെ ആദ്യം കല്യാണം വിളിക്കണമെന്ന്. അതല്ലേ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ. ശവത്തെക്കുത്തിലാണല്ലോ കുട്ടികളുടെ ഹോബി. അപ്പോ വരുന്ന 26-ാം തീയതിയാണ് ഞങ്ങളുടെ ഇടവക പള്ളിയിലാ കെട്ട്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തണം. ഞങ്ങളെല്ലാവരും പറ്റി. എന്നാ പിന്നെ നിൽക്കുന്നില്ല, നിങ്ങളുടെ ആഘോഷം നടക്കട്ടെ. വാ. ഇവനെ മറ്റേ തോന്നുമ്പോ ഒരു തോന്നുമ്പോ പോകും. അതുകൊണ്ട് ബോധം കളയേണ്ട വല്ല കാര്യമുണ്ടാ? നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. ആദിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി.